Hi guys, welcome back to Car Garage. Car Garage വന്നിരിക്കുന്നത് ഈ ദിവസം നമ്മുടെ ഗാരേജിൽ കൺവേർഷൻ വേണ്ടി മാത്രം വന്ന വണ്ടിയാണ്. ഫുൾ പെയിൻറ്റിങ് ചെയ്യേണ്ട, ജസ്റ്റ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുക, അപ്പോൾ അവർ നാട്ടിലൊരു വണ്ടി പർച്ചേസ് ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ടെക്നീഷ്യന്മാരൊക്കെ ഏൽപ്പിച്ച് അതായത് വണ്ടീനെ പറ്റി അറിയുന്ന ആൾക്കാരെ കൊണ്ട് വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കസ്റ്റമർ ഡയറക്റ്റ് വന്ന് വാങ്ങിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ആൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾ ഈ ഒരു വണ്ടി എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി ജസ്റ്റ് പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ ഗാരേജിലേക്ക്. പക്ഷേ വണ്ടി ഫ്രണ്ടേജ് തട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കണമെങ്കിൽ ഫ്രണ്ട് നല്ല രീതിയിൽ തട്ടൽ വന്നിട്ടുണ്ട്. ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കട്ടായിരിക്കുകയാണ്. ബാക്ക് ബമ്പർ അഴിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് ഒരു മേജർ ആക്സിഡൻറ്റ് ചെയ്ത് കിട്ടിയ ഒരു വണ്ടിയാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടോ. എന്നിട്ട് അത് പണിയെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പണിയെടുപ്പിച്ചത് അത്ര വൃത്തിയിൽ എടുത്തിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് വശമൊക്കെ നോക്കണമെങ്കിലും അതേപോലെ തന്നെ ഇന്നർ വശമൊക്കെ നോക്കണമെങ്കിൽ കണ്ടോ. ഒരു കച്ചവടക്കാരെന്ന രീതിയിലുള്ള പണിയെടുക്കലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ മാക്സിമം നല്ല രീതിയിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീപ്ലേസ് ചെയ്യണില്ല. ഇപ്പോൾ ആ പീസുകളൊക്കെ റീപ്ലേസ് ചെയ്താലാണ് ഫുൾ 100% ഇത് സക്സസ് ആവുള്ളൂ. പക്ഷേ കസ്റ്റമർ ഇപ്പോൾ റീപ്ലേസും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഫുള്ളായിട്ട് എപ്പോക്സി കോട്ടിങ് അടിക്കണം. എന്തായാലും അരച്ച് കളഞ്ഞ ശേഷം കാസ്റ്റിങ് പ്രോപ്പറായിട്ട് ഇടണം. അതിനുശേഷം ബമ്പർ പ്ലാറ്റിനം കിറ്റിലേക്കുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും വിടും. ആ രീതിയിലാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കണേ. ये कट हो गया पूरा ब्रैकेट पूरा खत्म। तो एक काम करें, क्रॉस बार खोल ले, ये सब खोल डालना पड़ेगा। खोल रहा हूँ। അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളങ്ങനെ ഫുള്ളും വർക്ക് ഫ്രണ്ടിൽ ആ ഒരു ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം പ്ലാറ്റിനം മോഡലിലേക്കുള്ള ആ ഒരു ബമ്പർ നമ്മൾ സെറ്റ് ചെയ്തു. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ട് ഫുൾ പെയിൻറ്റ്, അതായത് ബമ്പർ മാത്രം പെയിൻറ്റ് ചെയ്തു. ബാക്കിലെ ബമ്പർ അതേപോലെ സെറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി വണ്ടി കംപ്ലീറ്റ് ആയി. നമ്മളിതിൽ ഫുൾ പോളിഷിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിയുടെ പെയിൻറ്റിങ് അത്രയ്ക്കും പ്രോപ്പർ ഫിനിഷിങ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ പോളിഷിങ് ചെയ്യാനായിട്ട് ഞാൻ കസ്റ്റമറോട് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഫുൾ പോളിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ വെൽ ഫിനിഷിങ് ആയിരിക്കണം. അതായത് ക്ലിയർ കോട്ടിന് ക്വാളിറ്റി വേണം. എന്നാലാണ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലോ പുറത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ പോളിഷിങ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി പ്രോപ്പറായിട്ട് പ്ലാറ്റിനം മോഡലിലേക്ക് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും കൺവേർട്ട് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാറ്റിനം മോഡലിലേക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാൻ വന്ന വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ ആ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വിട്ടെടുക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടിയുടെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നാൽ ഇത് ഫുൾ പെയിൻറ്റിങ് അല്ല, നിങ്ങൾ ആ രീതിയിൽ ഈ വണ്ടി കാണരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് ഏത് വണ്ടിയായാലും, പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഇന്നോവ ആയാലും BMW ആയാലും ബെൻസ് ആയാലും ഓഡി ആയാലും മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ വ്യത്യസ്തമായുള്ള വാഹനങ്ങൾക്ക് ഇത്ര മെയിൻ്റനൻസ് ആണെങ്കിൽ പ്രീമിയം കാറ്റഗറിയിലുള്ള വാഹനങ്ങളാണെങ്കിൽ ഏതൊക്കെ ഒരു ഇതിലേക്ക് പോകും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എല്ലാവരും വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ വാഹനം അടക്കം വാങ്ങുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ വാഹനമൊക്കെ വയർ ലൂപ്പിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ബാറ്ററി കപ്പാസിറ്റി, അത് എനിക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞാൽ അറിയില്ല ഇലക്ട്രിക്കിൻ്റെ, കാരണം അത് ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഈ ഒരു വണ്ടി വന്നു. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിയ ആൾക്ക് പറ്റിയ ഒരു അബദ്ധമെന്ന് പറയാൻ പറ്റില്ല, വാങ്ങിയ ആൾക്ക് പറ്റിയ ഒരു വിഷമം ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും